കാര്യതടസ്സങ്ങൾ നേരിടുക, പരാജയം മാത്രം സംഭവിക്കുക, സാമ്പത്തികമായ പ്രതിസന്ധികൾ നമ്മളെ വല്ലാതെ അലട്ടുക. ഇങ്ങനെയുള്ള അവസ്ഥയിലാണോ നിങ്ങൾ? നിങ്ങളുടെ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ നിങ്ങൾ ആശ്രയിക്കേണ്ടത് ഹനുമാൻ സ്വാമിയെയാണ്. ഹനുമാൻ സ്വാമിയെ നിത്യവും ഭജിക്കുന്ന ഒരാളെ ഒരു ദുഷ്ടശക്തിയും തൊടില്ല എന്നാണ്. ശനിദോഷം മാറാൻ ഏറ്റവും നല്ലതാണ് ഹനുമാൻ സ്വാമിയെ ഭജിക്കൽ. രാമായണ കാലഘട്ടത്തിൽ രാമസേതു നിർമ്മിക്കുന്ന സമയത്ത് ഹനുമാന് ശനിദശയുടെ കാലഘട്ടമായിരുന്നു. ശനി ബാധിച്ചാൽ അറിയാലോ, അത്യധികം ദുരിതങ്ങൾ, കഷ്ടപ്പാട് ഒക്കെയാണ്. ശനിദേവൻ ആഞ്ജനേയ സ്വാമിയുടെ അടുത്തെത്തി പറഞ്ഞു, അങ്ങേക്ക് ഇപ്പോൾ ശനിയുടെ കാലഘട്ടമാണ്. അതുകൊണ്ട് ഞാൻ അങ്ങയെ ആവേശം ചെയ്യാൻ വന്നതാണെന്ന് പറഞ്ഞു. അപ്പോൾ ഹനുമാൻ സ്വാമി പറഞ്ഞു, ഞാൻ അല്പം തിരക്കിലാണ്, രാമസേതുവിൻ്റെ നിർമ്മാണത്തിലാണ്, അങ്ങ് പോയിട്ട് കുറച്ച് കഴിഞ്ഞു വരൂ എന്ന്. പക്ഷേ ശനിദേവൻ കൂട്ടാക്കിയില്ല. ശനിദേവൻ ഹനുമാൻ സ്വാമിയെ പിടികൂടി. രാമസേതുവിൻ്റെ നിർമ്മാണത്തിനായി ആഞ്ജനേയ സ്വാമി വലിയ പാറകളും മലകളും ഒക്കെ തൻ്റെ ശരീരത്തിൽ വഹിച്ചു കൊണ്ടുവരുമ്പോൾ ഹനുമാൻ സ്വാമിയുടെ ശരീരത്തിൽ ഇരുന്ന് ശനിദേവൻ വീർപ്പുമുട്ടാൻ തുടങ്ങി. അത്ര വലിയ ഭാരമാണല്ലോ ഹനുമാൻ സ്വാമി ചുമന്നുകൊണ്ടുവരുന്നത്. അവസാനം ശനിദേവന് സഹിക്കാൻ പറ്റാതെ ശനിദേവൻ ഹനുമാൻ സ്വാമിയോട് അനുഗ്രഹം ചോദിക്കുകയാണ്. അന്ന് ഹനുമാൻ സ്വാമി പറഞ്ഞ ഒരു കാര്യമാണ്, എന്നെ അഭയം പ്രാപിക്കുന്ന ഒരു ഭക്തനെയും നീ പിടികൂടാൻ പാടില്ല. ഹനുമാൻ സ്വാമിയെ ഭജിക്കുന്ന ഒരാളെ ശനിദേവൻ പോലും പിടികൂടാതെയായി. ഭക്തലക്ഷങ്ങളുടെ ആശ്രയമായ വായുപുത്രൻ ഹനുമാൻ സ്വാമിയുടെ ശക്തിയും ചൈതന്യവും അതീവ ഗംഭീരമാണ്. അത് വിവരിക്കാൻ പറ്റാത്തതാണ്. ഇന്ന് എല്ലാവരും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമാണ് തൊഴിൽ പ്രശ്നം, ജോലിയിൽ ഉയർച്ചയില്ലായ്മ, ജോലി കിട്ടാനുള്ള ബുദ്ധിമുട്ട്, ജോലി ഉണ്ടെങ്കിൽ തന്നെ ശമ്പളക്കുറവ്, അത് സമയത്ത് കിട്ടാതിരിക്കുക, അങ്ങനെ ഒട്ടനവധി പ്രശ്നങ്ങൾ. ഇതെല്ലാത്തിനുമുള്ള ഒരു പരിഹാരമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കൃഷ്ണഗിരി ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ ഉണ്ടാകുന്ന തടസ്സങ്ങൾ മാറി പ്രാർത്ഥിക്കാൻ പറ്റുന്ന നിരവധി ദേവീദേവന്മാരുണ്ട്. മഹാദേവൻ, ഗണപതി, വിഷ്ണു ഭഗവാൻ, ദേവി, അങ്ങനെ എല്ലാവരുമുണ്ട്. പക്ഷേ പെട്ടെന്ന് ഫലം കിട്ടുന്നത് ഹനുമാൻ സ്വാമിയുടെ ഭജനമാണ്. രാമഭക്തനായ ഹനുമാൻ സ്വാമി തൻ്റെ ഭക്തന്റെ ആഗ്രഹം വളരെ വേഗം തന്നെ സാധിച്ചു തരും എന്നാണ് വിശ്വാസം. ബ്രഹ്മചാരിയായും ശത്രുസംഹാരിയായും വളരെ പെട്ടെന്ന് അനുഗ്രഹം കൊടുക്കുന്ന ശ്രീരാമഭക്തനായ ഹനുമാൻ സ്വാമി. ശ്രീരാമചന്ദ്രനെയും സീതാദേവിയെയും നെഞ്ചിലേറ്റി നടക്കുന്ന ഹനുമാൻ സ്വാമി. ആ ഹനുമാൻ സ്വാമിയെ ഭജിക്കുന്നത് കൊണ്ട് നിരവധി അനുഭവ ഗുണം വളരെ വേഗം കിട്ടുന്നുണ്ട്. ഹനുമാൻ സേവ ചെയ്യുന്നവരുടെ ഒപ്പം തന്നെ ഭഗവാൻ നിൽക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഉപാസകനെ സംരക്ഷിക്കുന്ന ഭഗവാനാണ് ഹനുമാൻ സ്വാമി. സീതാദേവിയെ രക്ഷിക്കാൻ വേണ്ട ലങ്ക ചുട്ടുകരിച്ച ആ സ്ഥലത്ത് ഇന്നും ഇടയ്ക്കിടെ ഓരോ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അന്ന് കൊളുത്തിയ ആ അഗ്നി ഇന്നും പടർന്നുകൊണ്ടിരിക്കുന്നു. ഹനുമത് നാമങ്ങൾ ജപിക്കുക, ഹനുമത് ഗായത്രി ജപിക്കുക, ഹനുമാൻ സ്വാമിയുടെ അമ്പലത്തിൽ പോകുക, ശ്രീരാമക്ഷേത്ര ദർശനം നടത്തുക. ഇതൊക്കെ തൊഴിൽ പ്രശ്നങ്ങൾ മാത്രമല്ല, ജീവിതത്തിൽ നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും പെട്ടെന്ന് മാറാൻ വളരെ നല്ലതാണ്. ഒരു യാത്രയ്ക്ക് ഇറങ്ങുമ്പോൾ ഹനുമാൻ സ്വാമിയെ വിളിച്ചിട്ടിറങ്ങിയാൽ ആ കാര്യം ഒരു തടസ്സവും കൂടാതെ നടന്നിരിക്കും. എവിടെ ശ്രീരാമനാമം ജപിക്കുന്നുവോ, ആര് ശ്രീരാമസ്വാമിയെ വിളിക്കുന്നുവോ അവിടെ ഞാൻ വന്നിരിക്കുമെന്നാണ് ഹനുമാൻ പറഞ്ഞിരിക്കുന്നത്. ഇത് ശ്രീരാമസ്വാമിക്ക് ഹനുമാൻ സ്വാമി സത്യം കൊടുത്തിരിക്കുന്നതാണ്. ഇനി
ജീവിതത്തിലെ തടസ്സങ്ങളും പ്രശ്നങ്ങളും എല്ലാം മാറി തൊഴിലിൽ ഉന്നതി ലഭിക്കാനും തൊഴിൽ തടസ്സങ്ങൾ മാറാനും എല്ലാമായി ജപിക്കേണ്ട ഒരു ചെറിയ മന്ത്രത്തെക്കുറിച്ച് പറയാം. ഓം ശ്രീ വജ്രദേഹായ രാമഭക്തായ വായുപുത്രായ നമോസ്തുതേ. ഓം ശ്രീ വജ്രദേഹായ രാമഭക്തായ വായുപുത്രായ നമോസ്തുതേ. ഓം ശ്രീ വജ്രദേഹായ രാമഭക്തായ വായുപുത്രായ നമോസ്തുതേ. വജ്രദേഹായ ഹനുമാൻ സ്വാമിയുടെ ശരീരം വജ്രം പോലെ വളരെ ശക്തമാണ്. രാവണനെ പോലെയുള്ള അതിശക്തരായ അസുരന്മാരെ നേരിടാൻ ഹനുമാൻ സ്വാമി പഞ്ചമുഖ രൂപം സ്വീകരിച്ചപ്പോൾ ആ 5 മുഖങ്ങളും ചേർന്നുള്ള രൂപം അതിശക്തമായ വജ്രദേഹം തന്നെയാണ്. രാമഭക്തായ ശ്രീരാമന്റെ പരമഭക്തനായവന്, വായുപുത്രായ വായുദേവന്റെ പുത്രനായവന് നമോസ്തുതേ, ഞാൻ അങ്ങയെ നമസ്കരിക്കുന്നു. വജ്രം പോലെയുള്ള ശക്തിയേറിയ ശരീരത്തോടു കൂടിയവനും രാമഭക്തനും വായുപുത്രനുമായ ഹനുമാൻ സ്വാമിയെ ഞാൻ നമസ്കരിക്കുന്നു എന്നാണ് ഈ നാമത്തിൻ്റെ അർത്ഥം. തൊഴിൽ തടസ്സം നീങ്ങാനും പുതിയ തൊഴിൽ കിട്ടാനും ജീവിത വിജയത്തിനും ബുദ്ധി ഉണ്ടാകാനും ഒക്കെ അത്യുത്തമമാണ് ഈ മന്ത്രം ദിവസവും കാലത്ത് 11 തവണ ജപിക്കുന്നത്. ഇത് കഴിയുന്നതും കാലത്ത് തന്നെ ജപിക്കുക. പിന്നെ ഇത് ആദ്യമായി ചൊല്ലി തുടങ്ങുന്നവർ വ്യാഴാഴ്ച ദിവസം ചൊല്ലി തുടങ്ങുക. ജീവിതത്തിൽ പ്രശ്നങ്ങളില്ലാത്തവരായി ആരും തന്നെയില്ല. എല്ലാ പ്രശ്നങ്ങൾക്കും ഹനുമാൻ സ്വാമി ഒരു പരിഹാരം തന്നിരിക്കും. എല്ലാവർക്കും ജീവിതത്തിലെ പ്രശ്നങ്ങൾ മാറാനും തൊഴിൽ ലഭിക്കാനും തൊഴിലിൽ ഉന്നതി ഉണ്ടാകാനും ഹനുമാൻ സ്വാമിയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, എല്ലാവർക്കും നന്മ വരട്ടെ എന്നും പ്രാർത്ഥിച്ചുകൊണ്ടും സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു.